ദേശീയപാതയിൽ ആലുവ മുട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എയർപോർട്ടിൽ നിന്നും യാത്രക്കാരുമായി കലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിനാണ് രാത്രി 11:30 തീപിടുത്തമുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളവിടെ ചാവടിച്ചോണ്ടിരുന്നപ്പോ ഇതുപോലെ ഒരു വണ്ടിക്കാർ വന്നിട്ട് ഇങ്ങനെ നിർത്തുന്നു പറഞ്ഞ് ആ വണ്ടിക്കാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ഇങ്ങനെ ഞങ്ങളോട് തീ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി പോകുന്ന തന്നെ. അപ്പൊ അവിടെ പോയപ്പോ ഭയങ്കരമായിട്ട് വണ്ടി ഇങ്ങനെ തീ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളപ്പോ ഓടിപ്പോയി. അപ്പൊ നാട്ടുകാരെല്ലാരും ഓടി വന്ന് എന്നിട്ട് പിന്നെ ഷോറൂമിന്റെ അവിടുന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ആ സാധനമൊക്കെ എടുത്തിട്ട് കിടത്താനുള്ള ശ്രമത്തിലായിരുന്നു. എന്നിട്ടും കിടന്നൊന്നും ഇല്ലായിരുന്നു. വണ്ടി കത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒരു 4-5 സേഫ്റ്റിയുടെ അതെടുത്ത് എന്നിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അപ്പൊ ഫയർപോർട്ടിൽ നിന്ന് ആള് വന്നിട്ടാണ് എല്ലാം ഇപ്പൊ കെടുത്തിയത്. അപ്പൊ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കായിരുന്നു. ഇപ്പം ഭയങ്കര വണ്ടിയിൽ ഒരു 5-6 കണ്ടിരുന്നു. ഫുള്ള് ലോഡായിരുന്നു. പക്ഷെ ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊന്നിപ്പം തന്നെ ഞങ്ങളെല്ലാരും കൂടെ സാധനങ്ങളൊക്കെ ഇറക്കി. അവരെല്ലാരും കൂടെ ഇറക്കി. ദേശീയപാതയിൽ മുട്ടം ഭാഗത്തെത്തിയപ്പോൾ ടയറിൻ്റെ ഭാഗത്തു നിന്നും തീ കണ്ട മറ്റു വാഹനയാത്രികർ വാഹനം നിർത്തുകയും തുടർന്ന് കാറിലുണ്ടായിരുന്ന 4 പേരും കാറിൽ നിന്നും ഇറങ്ങുകയും ഉടൻ തന്നെ മുൻവശത്ത് തീ ആളിപ്പടരുകയുമായിരുന്നു. തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. കാറിൻ്റെ മുൻവശം ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. എയർപോർട്ടിൽ നിന്നും കലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ടാക്സി കാർ. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.